So, welcome back to our English class. Last day, we studied about Adventures in a Banyan Tree, written by Ruskin Bond. We said the hero of the story is Ruskin Bond himself. Then there are two fighters, champions. They are the mongoose and the cobra. The first friend of Ruskin Bond in the banyan tree was a small squirrel. കഥയുടെ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞു, അഡ്വഞ്ചേഴ്സ്, സാഹസങ്ങൾ ഒന്നല്ല ഒന്നിലധികം വരുന്നു. ആദ്യത്തെ ഒരു സംഭവം ഒരു കീരിയും ഒരു പാമ്പും തമ്മിലുള്ള അടിപിടിയാണ്. ലേഖകൻ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ വർണ്ണിക്കുകയായിരുന്നു. ആ ഫൈറ്റ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ കഥ നിർത്തിയിരുന്നത് ലേഖകൻ വായിച്ച് ക്ഷീണിച്ച് താഴേക്കൊക്കെ നോക്കി പലരെയും കണ്ടു. കുക്ക് വഴക്കടിക്കുന്നത് കണ്ടു, അപ്പുപ്പൻ പിറുപിറുക്കുന്നത് കണ്ടു, അമ്മമ്മ തുണി പറക്കുകയോ ഇടുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു. തനിക്കുറക്കം വന്നപ്പോൾ വീടിൻ്റെ പ്രവേശത്തുള്ള കുളത്തിൽ പോയൊന്ന് കുളിക്കാമെന്ന് കരുതി, ഉച്ച സമയത്ത് കരുതിയപ്പോൾ ഇതാ വരുന്നു ഒരു മംഗൂസ്, എതിർദിശയിൽ വരുന്നു ഒരു കോബ്ര. എന്നാൽ പിന്നെ അവർ തമ്മിൽ എന്താണ് എന്ന് കാണാം എന്ന് കരുതിയത് മുതൽ ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. That was the time I saw a mongoose and a cobra fight to the death in the garden, while I sat directly above them in the banyan tree. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. So, the time of the story is April afternoon. It was a time of the season changing. A breeze was there. That was a warning that the weather is going to change. And everybody entered into the house. And the writer was feeling drowsy. Drowsy means feeling sleepy. ഉറക്കം തൂങ്ങുക. And was wondering if I should go to the pond behind the house for a swim. വീടിൻ്റെ പ്രവേശത്തുള്ള കുളത്തിൽ പോയെന്ന് മുങ്ങിക്കുളിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോട്ടത്തിൻ്റെ ഒരു വശത്ത് നിന്ന് ഒരു കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ ക്ലംപ്സ് ഓഫ് കാക്ടസ്, ഒരു കറുത്ത കോബ്ര ആ കള്ളിമുൾച്ചെടികൾക്കിടയിലൂടെ കടന്നു വരുന്നു. At the same time, in the opposite direction, there came another creature, a mongoose. ഇത് നേരെ കോബ്രയുടെ അടുത്തേക്ക് തന്നെ പോകുന്നു. അപ്പോൾ രണ്ടുപേര് മുഖാമുഖമായിട്ട് വരുന്നു. In a clearing beneath the tree, in bright sunshine, they came face to face.
നട്ടുച്ച നേരം നല്ലതുപോലെ സൂര്യപ്രകാശം ആ തോട്ടത്തിൽ പതിയുന്നുണ്ട്. ഇവർ രണ്ടുപേരും മുഖാമുഖം വന്നത് വളരെ വ്യക്തമായി കാണാമായിരുന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. പാമ്പിനറിയാമായിരുന്നു കീരിയെപ്പറ്റി. കീരിക്ക് 3 അടി നീളം, സൂപ്പർബ് ഫൈറ്ററാണ്, അതായത് അതീവ സാമർഥ്യമുള്ള ഒരു പോരാളിയാണ് കോബ്ര മംഗൂസ് എന്ന് കോബ്രയ്ക്ക് അറിയാമായിരുന്നു. അവൻ ക്ലെവറായിരുന്നു, അഗ്രസീവായിരുന്നു. 3 ക്വാളിറ്റീസാണ് പാമ്പ് പറയുന്നത് കീരിക്കുള്ള 3 ക്വാളിറ്റീസ്. 1 സൂപ്പർബ് ഫൈറ്റർ, 2 ക്ലെവർ, 3 അഗ്രസീവ്. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും, അതീവ ആകർഷകമായ, അതീവ സാമർഥ്യമുള്ള, മിടുക്കനാണ്, അഗ്രസീവാണ്, മുൻകോപിയാണ്, ഭയങ്കര പെട്ടെന്നാണ് കോപം കൊള്ളുന്നത്. അപ്പോൾ ഈ 3 ക്വാളിറ്റീസ് കീരിയെക്കുറിച്ച് പാമ്പിനറിയാം. വിച്ച് ആർ ദ ക്വാളിറ്റീസ്? 1 was superb fighter, 2 was a clever, 3 one aggressive. ഇനി പാമ്പിനെ പറ്റിയും ആർക്കറിയാം? കീരിക്കും അറിയാം. But the cobra was skillful and experienced fighter too. കോബ്രയും മോശമൊന്നുമല്ല, സ്കിൽഫുള്ളാണ്, തന്ത്രശാലിയാണ്, എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണ്. ഇതൊക്കെ ഒരുപാട് പൊരുതി തെളിഞ്ഞതാണ് ആര്? കോബ്ര. He could move swiftly and strike with the speed of light, and the sacks behind his long, sharp fangs were full of deadly venom. പാമ്പ് ഒരു ഉഗ്ര പോരാളിയാണ്. മിന്നൽ വേഗത്തിൽ, പ്രകാശത്തിൻ്റെ വേഗത്തിൽ കുതിച്ച് ആക്രമിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് പാമ്പ്. അത് സ്വിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങോട്ടാണ്, പക്ഷേ അങ്ങോട്ട് വന്നിട്ട് പുറത്തൂടെ വന്ന് കൊത്തും. അത്ര തന്ത്രശാലിയാണ്, സ്കിൽഫുള്ളാണ്. എന്താണ് സാക്സ്? സാക്സ് നോക്കിയ സാക്സ്, സ്കിൻ ഓഫ് സ്നേക്സ്, പാമ്പിൻ്റെ പുറം ചട്ടയാണ്. അപ്പോൾ ഫാങ്സ് എന്താണ്? ടീത്ത് ഓഫ് ക്രീച്ചർ, ജന്തുക്കളുടെ പല്ല്. വെനോം എന്താണ്? പോയിസൺ. അപ്പോൾ അഗ്രസീവ്, ബാഡ് ടെമ്പേർഡ്, കോപാകുലം. വെനോം പോയിസൺ, വിഷം. ഫാങ്സ് ടീത്ത് ഓഫ് ക്രീച്ചർ, ജന്തുക്കളുടെ പല്ല്. സാക്സ് സ്കിൻ ഓഫ് സ്നേക്സ്, പാമ്പിൻ്റെ പുറം ചട്ട. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സീൻ മൊത്തം, പാമ്പും അത്ര രക്ഷപ്പെടാൻ പറ്റുന്ന സാധനമൊന്നുമല്ല, അത് വളരെ അപകടകാരിയാണ്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് പാമ്പിനെ കുറിച്ച്? He could move swiftly and strike with the speed of light. പാമ്പിന്റെ ഒരു ക്വാളിറ്റി പറയുന്നത് എന്താണ്? He could move swiftly, അതിവേഗത്തിൽ ചലിക്കാൻ കഴിയും. Strike with the speed of light, അതായത് പ്രകാശവേഗത്തിൽ അത് ആഞ്ഞു കൊത്താൻ കഴിയും. And the sacks behind his long sharp fangs were full of the deadly venom. എന്താണ് വെനോം? വിഷം. അതിൻ്റെ ദേഹം മൊത്തം വിഷമാണ്. അതിൻ്റെ പല്ല് തട്ടിയാൽ വിഷമാണ്, അതിൻ്റെ ചർമ്മം തട്ടിയാൽ വിഷമാണ്, അതിൻ്റെ വാല് തട്ടിയാൽ വിഷമാണ്, എല്ലായിടത്തും അതിൻ്റെ ദേഹം മൊത്തം. പാമ്പിനെയൊക്കെ പിടിക്കുന്നവർ വിഷത്തിൽ തൊട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഹം മൊത്തം വിഷമാണ്. അതിനെ തൊട്ട് കളിച്ചാൽ വിഷം ഉണ്ടാകും എന്നർത്ഥം. വിഷത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. 2 ആപ്പ ഉപ്പ തമ്മിലല്ല മത്സരം, 2 വില്ലാളി വീരന്മാർ, 2 ഉഗ്ര പോരാളികൾ തമ്മിലാണ് പോരാട്ടം. ഇറ്റ് വാസ് ടു ബി ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഹിസ്സിംഗ് ഡിഫിയൻസ്, his forked tongue darting in and out, the cobra raised 3 feet of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. അപ്പോൾ ഹിസ്സിംഗ് ഡിഫെൻസ്, അതായത് ഇത് പോരാടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് തല ഉയർത്തി പത്തി വിടർത്തി ഇതിൻ്റെ ചർമ്മമൊക്കെ ഒന്ന് ഇളക്കി പിടിച്ച്, അത് പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. ആ ശത്രുവിനെ
എതിർക്കാൻ, അതാണ് ഡിഫിയൻസ്, എതിർക്കുന്നതിന്, പ്രതിഷേധിക്കുന്നതിന്, തടയുന്നതിന്, ശത്രുവിന്റെ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി അത് ചർമ്മം ഒന്ന് ഉയർത്തി, തലയൊന്ന് പൊക്കി, 3 അടി പൊക്കി, 3 അടിയെ താഴെയുള്ളു, ഇനി 3 അടി പൊക്കി പത്തി വിടർത്തി. ഇതിൻ്റെ നാവിന് നമ്മുടെ ഫോർക്ക് എന്ന് പറയും, മുള്ള്, കത്തിയും മുള്ളും എന്ന് പറയുന്ന ഇറച്ചിയൊക്കെ തിന്നാൻ കുത്തിയെടുക്കുന്ന ആ കമ്പി പോലെ ഇരിക്കുന്ന അതുപോലെയാണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ശൂലം പോലെ ഇരിക്കുകയാണ് പാമ്പിൻ്റെ നാക്ക്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു നാക്ക് വെളിക്കോട്ടിടുമ്പോൾ 2-3 ഇടത്തോട്ട് അതിൻ്റെ ഭാഗങ്ങൾ ചലിക്കുന്നത് കാണാം. ആ പാമ്പ് പത്തി വിടർത്തി, അത് നാക്ക് പുറത്തോട്ടിടുന്നതിനാണ് ഈ പത്തി വിടർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അത് തയ്യാറായി കഴിഞ്ഞു. ദ മൊങ്കോസ് ബുസ്റ്റ് ഹിസ് ടെയിൽ. അപ്പോൾ ചൂല് പോലെ ഇരിക്കുകയാണല്ലോ ഇതിൻ്റെ വാല്, കീരിയുടെ വാല്, അത് അങ്ങോട്ട് നിവർത്തി, മുള്ളുപോലെ നിർത്തി. The long hair on his spine stood up. അതിൻ്റെ നട്ടലിനുള്ള സ്പൈൻ, നട്ടല്, ആ നട്ടലിലുള്ള രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. പാമ്പ് കൊത്തിയാൽ ഈ മുള്ളയിലായിരിക്കും കൊത്തുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഓരോ ജീവിക്കും പ്രകൃതിദത്തമായി കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ്. അപ്പോൾ ശത്രുവിനെ നേരിടുന്നതിന് 2 പേരും തയ്യാറായി കഴിഞ്ഞു. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of the 2 other spectators. കാഴ്ചക്കാർ, 2 കാഴ്ചക്കാർ കൂടി ആ മരത്തിൽ അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തിലെത്തി. One was a myna and another a wild crow. ഒരെണ്ണം ഒരു മൈനയും മറ്റൊന്ന് ഒരു കാക്കയും. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. അവർ ഈ ഫൈറ്റ് ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആരൊക്കെയാണ് അവർ? ഇപ്പം 2 അതിഥികൾ വന്നു. ആരൊക്കെയാണ്? 2 more friends came there. They are Myna and the crow. അവർ ഇതൊന്ന് കണ്ടേച്ചു പോകാൻ തീരുമാനിച്ചു. The cobra stood on the defensive, swaying so slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. അതായത് പാമ്പ് 3 അടി പൊങ്ങി, അങ്ങോട്ട് ചരിയാൻ തുടങ്ങി, ഇങ്ങോട്ട് ചരിയാൻ തുടങ്ങി. അങ്ങനെ ചരിഞ്ഞ് അത് മെസ്മറൈസ് ചെയ്യുന്നു കീരിയെ. എന്താണ് മെസ്മറൈസ് ചെയ്യുക? മയക്കുക. അതിനെ അങ്ങ് ബോധക്ഷയം വരുത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കി. പക്ഷേ മംഗൂസിനറിയാം, ഈ പാമ്പ് അങ്ങോട്ട് നീങ്ങിയാൽ അവിടെ നിൽക്കത്തില്ല, അവൻ ഇപ്പുറത്ത് വരും, ഇപ്പുറത്ത് വന്നാൽ അപ്പുറത്ത് കാണും. ഈ പാമ്പ് ആടാൻ തുടങ്ങിയാൽ അതിന് കൃത്യമായിട്ട് ആക്രമിക്കാനുള്ള ഉന്നം തന്നെയാണ്. അപ്പോൾ സ്വിഫ്റ്റ്, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, സ്വേയിങ് സ്ലോലി, ആടുക, ഉലയുക. സ്വേയിങ് എന്താണ്? ആടുക, ഉലയുക, ആടി ഉലഞ്ഞ്. പക്ഷെ മംഗൂസിന് മനസ്സിലായി അതൊന്നുമല്ല, ഇവൻ്റെ പവറ് കീരിക്കറിയാം. അതുകൊണ്ട് ഇവൻ്റെ കണ്ണിന് കൺപോളയില്ല, പാമ്പിൻ്റെ കണ്ണിന് കൺപോളയില്ല. അതുകൊണ്ട് അൺവിങ്കിങ്, കണ്ണടയാത്ത, തുറന്നു തന്നിരിക്കും. അപ്പോൾ ഇവൻ്റെ ബുദ്ധി കീരിക്കറിയാമായിരുന്നു. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. കീരിയുടെ നോട്ടം 3 അടി ഉയർത്തി നിൽക്കുകയാണല്ലോ, അവിടെ എങ്ങും തൊടാൻ പോകണ്ട. 3 അടി താഴെ ഉണ്ടല്ലോ, 6 അടി പാമ്പിൻ്റെ 3 അടി പൊക്കത്തിലും 3 അടി താഴെയുണ്ട്. കീരിയുടെ കണ്ണ് ഈ ഭൂമിയിലുള്ള 3 അടിയിൽ എവിടെയെങ്കിലും കയറി പിടിക്കുക എന്നുള്ളതാണ്. അറ്റാക്ക് തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and
darting away again out of reach. അപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നു. കീരി ഈ മൂന്നടി ഭാഗമുള്ളത് എവിടെയെങ്കിലും കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. ഹി മേഡ് എ ഫിയൻഡ് ടു വൺ സൈഡ്, ഒരു സൈഡിലോട്ടൊന്ന് ചായുന്നതായിട്ട് കാണിച്ചു. ഫിയൻഡ് ടു വൺ സൈഡ്, എ സ്ലോ മൂവ്മെന്റ് ടു വൺ സൈഡ്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. അപ്പോൾ ഇതങ്ങോട്ട് ചാഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കോബ്ര കീരിയെ കൊത്താൻ ശ്രമിച്ചു. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. ഇവിടെ കീരിയെ കൊത്താൻ പാമ്പ് ആഞ്ഞ് കൊണ്ടുവന്നപ്പോഴത്തേക്കും കീരി അവിടുന്ന് ഡാർട്ട് ചെയ്തു, കുതിച്ചു കളഞ്ഞു. കുതിച്ച് പാമ്പിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ശ്രമിച്ചു. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plants. അപ്പോൾ ഈ പാമ്പ് ആഞ്ഞ് കീരിയെ കൊത്താൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഈ മുകളിൽ കള്ളിമുൾച്ചെടിയിലിരുന്ന കാക്കയും മൈനയും പേടിച്ച് മറിഞ്ഞു വീണ് അവർ തമ്മിൽ കൊളൈഡ് ചെയ്ത് കൂട്ടിയിടിച്ച് അവർ ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ അവർ അലറി നിലവിളിച്ചുകൊണ്ട് വീണ്ടും ആ കാക്ടസിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, നമുക്ക് തുടരാം. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. അപ്പോൾ ഇവിടെ ആദ്യത്തെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ പാമ്പിൻ്റെ പുറത്ത് ചെറുതായിട്ട് ഒന്ന് ചോര പൊടിച്ചു. അതാണ് ഗ്ലിസൻഡ്. ഗ്ലിസൻഡ് മീൻസ് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് കമ്മിങ് ഔട്ട്. ആദ്യത്തെ ആക്രമണത്തിൽ പരാജയം പാമ്പിന് തന്നെയാണ്. കാരണം കീരി കയറി എവിടെയോ പിടിച്ചു, ചെറുതായിട്ടൊന്ന് ചോര പൊടിച്ചു. ഇത് കണ്ട് കാക്കയും മൈനയും അവർ പറന്ന് പരിഭ്രാന്തരായി. അവർ കൂട്ടിയിടിച്ച് വീണ്ടും അവർ കാക്ടസിൻ്റെ പുറത്തേക്ക്, ആ കള്ളിമുൾച്ചെടിയുടെ പുറത്തേക്ക് അവർ ഇരിപ്പ് ഉറപ്പിച്ചു. ഇപ്പോൾ 2 അറ്റംപ്റ്റ് കഴിഞ്ഞു. ആദ്യത്തെ ആക്രമണം കഴിഞ്ഞപ്പോഴാണ് മൈനയും കാക്കയും കൂടെ ഒന്ന് പറന്ന് താഴെ വീഴുകയും അലറിക്കൊണ്ട് വീണ്ടും പോയി. രണ്ടാമത്തെ ആക്രമണം കഴിഞ്ഞപ്പോഴാണ് ഈ ചോര പൊടിച്ചത്. The third round followed the same course as the first, but with one dramatic difference. മൂന്നാമത്തെ റൗണ്ടിലും 1-2 സിറ്റുവേഷൻ തന്നെ ആവർത്തിച്ചു. പക്ഷേ there was a dramatic change. ഒരു നാടകീയമായ, പെട്ടെന്നാണ് അവിടെ ഒരു മാറ്റം സംഭവിച്ചത്. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. മൂന്നാമത്തെ അറ്റംപ്റ്റും കണ്ടേ പോകുന്നുള്ളെന്ന് മൈനയും കാക്കയും തീരുമാനിച്ചു. അവര് ഈ സംഗതി കാണാൻ അവിടെ ഇരുന്നു. The myna flew on and reached its perch. Perch എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. But the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. അപ്പോൾ പാമ്പ് പിറകോട്ടൊന്ന് ചരിഞ്ഞ് കീരിയെ കൊത്തുവാൻ ആഞ്ഞ് ശ്രമിച്ചു.
അപ്പോഴത്തേക്ക് കാക്ക ഇങ്ങനെ പറന്നങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ കാക്കയുടെ ദേഹത്ത് പാമ്പൊന്ന് തട്ടി. എന്തായാലും കാക്ക പറന്ന് അങ്ങ് ഇരിപ്പിടത്തിലേക്ക് പോയി. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. മൈന തീരുമാനിച്ചു, ഇനി ഞാനിവിടെ നിന്ന് പറന്നു പോകുന്നില്ല, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കാണുന്നതേ ഉള്ളൂ. കാക്ക വളരെ പരിശ്രമിച്ചു. കാരണം ഇത് പറന്ന് വന്ന കൂട്ടത്തിൽ പാമ്പിൻ്റെ ദേഹത്തൊന്ന് തട്ടുകയും ചെയ്തു. എന്തായാലും ഒന്നും സംഭവിക്കാതെ കാക്ക തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോയി. അപ്പോൾ 3 ആക്രമണം കഴിഞ്ഞു. വലിയ സംഭവങ്ങളൊന്നും നടന്നില്ല. രണ്ടാമത്തേതിൽ ചെറുതായിട്ടൊന്ന് ചോര പടിച്ചു. മൂന്നാമത്തത് വലിയ ഗുണമൊന്നും, വലിയ മാറ്റങ്ങളൊന്നും, വലിയ ശ്രമം നടത്തിയെങ്കിലും കൊത്തെല്ലാം മിസ്സായിപ്പോയി. ഇത് ആക്രമിക്കാൻ നോക്കിയതെല്ലാം കീരിയുടെ ദേഹത്ത് കൊണ്ടില്ല. ഇതിൻ്റെ സ്നൗട്ട്, മൂക്ക് ചെന്ന് തറയിൽ അടിച്ചെന്നല്ലാതെ കീരിയുടെ ദേഹത്ത് പാമ്പിന് തൊടാൻ കഴിഞ്ഞില്ല. 3 ഫൈറ്റ് കഴിഞ്ഞു. The cobra was weakening. പാമ്പ് ഇങ്ങനെ ക്ഷീണിച്ച്. And the mongoose, walking fearlessly up to it, raised himself on his short leg, and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. പാമ്പ് ക്ഷീണിച്ചിങ്ങനെ കിടക്കുകയാണ്. കീരി അതിൻ്റെ അടുത്ത് തെക്ക് വടക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഫിയർലെസ്ലി, ഭയമില്ലാതെ ധൈര്യശാലിയായിട്ട് ഈ നീണ്ടു നൂർന്ന് കിടക്കുന്ന പാമ്പിൻ്റെ അടുത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു കീരി. വന്ന് The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short leg. അതിൻ്റെ ചെറിയ കാലുകളിൽ എഴുന്നേറ്റു നിന്നു. And with lightning snap had the big snake by the snout. അതായത് അതിൻ്റെ മണമൊന്ന്, അതിൻ്റെ ഒരു ചീറ്റൽ അതിൻ്റെ ചുറ്റും ഒന്ന് നടത്തി. The cobra writhed and lashed about in frightening manner. അത് writhed, ഈ കീരിയെ കയറി ചുറ്റാൻ ശ്രമിച്ചു. പേടിച്ചു പോയി, പാമ്പ് പേടിച്ചിരിക്കുകയാണ്. കയറി എന്നിട്ട് ഒന്ന് ചുറ്റി. Even coiled itself about the mongoose. ആ കീരിയുടെ പുറത്തൂടെ ചുറ്റാനൊക്കെ ഒന്ന് ശ്രമിച്ചു. But all no avail. വലിയ ഫലമൊന്നും കണ്ടില്ല. The little fellow hung grimly on until the snake had ceased to struggle. ഇങ്ങനെ നിവർന്നു തന്നെ നിൽക്കുകയായിരുന്നു. അവസാനം സീസ്ഡ്, അതായത് അവസാനിച്ചു. പാമ്പ് ചുറ്റലും പണിയെല്ലാം ഒതുക്കി പിന്മാറി. He then smelt along its quivering length, നീണ്ട് നിവർന്ന് കിടക്കുന്ന ആ പാമ്പിനെ ഒന്ന് മണത്തു. കീരി പാമ്പിനെ മണത്താൽ ആ മണത്തിലൂടെ, ആ മൂക്കിലൂടെ ഒരു ചെറിയ പോയിസണാണ് വിട്ടുകൊടുക്കുന്നത്. പിന്നെ പാമ്പ് പട്ടിയിൽ കിടക്കുന്ന പോലെ അങ്ങ് കിടക്കും. ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാമ്പിനെ ഒന്ന് ഓടിച്ചൊന്ന് മണത്തു. He then smelt, മണത്തു, along its quivering length, and gripping it round the hood, dragged it into the bushes. അതിൻ്റെ പത്തിയിൽ പിടിച്ച് വലിച്ച് അങ്ങ് കാട്ടിലേക്ക് കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. മൈന ഇതെന്തോ ആയെന്നറിയാൻ വേണ്ടി ആ കാട്ടിലൂടെ ഇടയ്ക്കൂടെ ഒന്ന് പറഞ്ഞു തന്നു. നോക്കിയപ്പോൾ
പാമ്പ് പരാജയപ്പെട്ട് നീണ്ടു നിവർന്ന് കീരിയുടെ മുമ്പിൽ കിടക്കുകയാണ്. മൈന പാമ്പിനെ കണ്ടുകൂടാത്ത ഒരു പക്ഷിയാണ്. കാരണം എന്താ? കിളിയിരിക്കുന്ന കൂട്ടിലേക്ക് ഇവർ ചെന്ന് മുട്ടയൊക്കെ പാമ്പൊക്കെ ചെന്ന് മുട്ടയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കിളിയൊക്കെ പിടിച്ച് തിന്നും. അതുകൊണ്ട് കിളിക്കാരെ കണ്ടുകൂടായിരുന്നു? പാമ്പിനെ കണ്ടുകൂടായിരുന്നു. ഇപ്പോൾ കീരിയെ കൊങ്ക്രാച്ചുലേറ്റ് ചെയ്തുകൊണ്ട് മൈന പറക്കുന്നു. എന്താണ് കൊങ്ക്രാച്ചുലേറ്റ്? അഭിനന്ദനം. അഭിനന്ദിച്ചുകൊണ്ട് പോകുന്നു. When I had also made a cautious descent from the tree and returned to the house, I told the grandfather of the fight I had seen. അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്ന് റസ്കിൻ ബോണ്ട് പറഞ്ഞു, അപ്പൂപ്പ ഇതുപോലെ ഒരു സംഭവം നടന്നു, ഞാൻ എൻ്റെ കീരിയും പാമ്പും കൂടെ അടികൂടി പാമ്പ് പരാജയപ്പെട്ടു. He was pleased that the mongoose had won. അപ്പൂപ്പനും സന്തോഷമായി. പാമ്പിൻ്റെ പരാജയം അപ്പൂപ്പനും അഭിനന്ദിച്ചു. പാമ്പിൻ്റെ പരാജയം, കീരിയുടെ വിജയം, കീരിയെ അഭിനന്ദിച്ചു. ഇപ്പം രണ്ടുപേരും ഇപ്പം അഭിനന്ദിച്ചു. ആരൊക്കെയാണ്? ഒന്ന് മൈന, ഒന്ന് അപ്പൂപ്പൻ. എന്താ കാര്യം? രണ്ടുപേർക്ക് ആരെ കണ്ടുകൂടാ? പാമ്പിനെ കണ്ടുകൂടാ. നമുക്ക് തന്നെ കീരിയും പാമ്പും നമുക്ക് രണ്ടുപേരും നമുക്ക് ശത്രുക്കളാണെങ്കിലും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടാത്തത് ആരെയാണ്? കീരിയെ. കീരി നമ്മളെ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ വീട്ടിലെ കോഴിയൊക്കെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ അപ്പൂപ്പനും സന്തോഷമായി. പാമ്പ് പരാജയപ്പെട്ടു, കീരി വിജയിച്ചു എന്ന് കേട്ടത്. He had encouraged it to live on the garden to keep away the snakes and fed it regularly with scraps from the kitchen. അപ്പൂപ്പൻ ഈ കീരിക്ക് ഇടയ്ക്കിടയ്ക്ക് തീറ്റയൊക്കെ കൊടുക്കുമായിരുന്നു. എന്തിനാണ് അപ്പൂപ്പൻ തീറ്റ വളർത്തുകയല്ല, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയല്ല, വെറുതെ അത് ഇങ്ങനെ വരുമ്പോൾ ഇച്ചിരി തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും. സ്ക്രാപ്സ്, കഷണങ്ങൾ, വീട്ടിലെ വേസ്റ്റ് ആഹാരങ്ങളൊക്കെ കീരിക്ക് കൊടുക്കുമായിരുന്നു. എന്താ കാര്യം? കീരി ഉണ്ടെങ്കിൽ ആ പരിസരത്ത് പാമ്പ് വരത്തില്ല. He had never tried taming it because wild mongoose was more useful than a domesticated one. അദ്ദേഹം ഒരിക്കലും കീരിയെ വളർത്തിയിട്ടില്ല. കാരണം വൈൽഡ് മംഗൂസ് ആർ മോർ യൂസ്ഫുൾ ദാൻ ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസ്. ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസ് കൂട്ടിക്കിടക്കത്തതേ ഉള്ളൂ, ഒരു ഗുണവുമില്ല. പക്ഷെ കാട്ടിലെ കീരിയാണെങ്കിൽ അത് പാമ്പിനെ പിടിക്കും. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. അപ്പോൾ പലപ്പോഴും ഈ മംഗൂസിനെ നമ്മുടെ റസ്കിൻ ബോണ്ട് ബനിയൻ ട്രീയിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പട്രോളിങ്, നമ്മൾ പെട്രോളിംഗ് എന്നാണ് പറയുന്നത്. പോലീസ് പെട്രോളിംഗ് എന്ന, പെട്രോളിംഗ് അല്ല, പട്രോളിംഗ്, സൂക്ഷ്മ നിരീക്ഷണം, നിരീക്ഷണ യാത്ര, അതാണ് പട്രോളിംഗ്. അപ്പം നമ്മൾ പറയുന്നത് പോലീസ് പെട്രോളിംഗ് ഉണ്ടെന്ന്. പെട്രോളിംഗ് അല്ല, പട്രോളിംഗ്. അപ്പോൾ ഈ കീരി അതിലെ കൂടി ഇങ്ങനെ നിരന്തരം വരികയും പോവുകയും ചെയ്യുന്നത് റസ്കിൻ ബോണും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം കണ്ട എന്താണ്? കോഴിക്കൂട്ടിൽ നിന്നൊരു മുട്ട എടുത്തുകൊണ്ട് പോകുന്നു. ബട്ട് he hadn't harmed the birds and I knew grandfather would forgive him for stealing as long as he kept the snakes away from the house. അപ്പൂപ്പൻ കീരിയെ വഴക്ക് പറയത്തില്ല മുട്ട എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? കോഴിയല്ലല്ലോ കൊണ്ടുപോയത്. കോഴിയെ കൊണ്ടുപോയാൽ പിന്നെ മുട്ട കിട്ടത്തില്ല. ഒരു മുട്ട പോയെങ്കിൽ പോട്ടെ, ഇനിയും കോഴി മുട്ട ഇടുമല്ലോ. പിന്നെ തന്നെയല്ല, ഇങ്ങനെ കീരി വന്നും പോയി നിന്നാൽ അവിടെ പാമ്പ് വരുത്തില്ല. ഇത്രയും ആണ് ഇന്ന് നമ്മൾ ആദ്യത്തെ അഡ്വഞ്ചറായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ട സാഹസം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഡ്രൗസി, ഡോസിങ്, ഉറക്കം തൂങ്ങുക. ഗ്ലൈഡിങ്, സ്കിപ്പിംഗ്, തെന്നി നീങ്ങുന്നു. കാക്ടസ്, ഗ്രീൻ ലീഫ്ലെസ് തോണി പ്ലാന്റ്, കള്ളിമുൾച്ചെടി. എമർജ്ഡ്, കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു. അഗ്രസീവ്, ബാഡ് ടെമ്പേർഡ്, കോപാകുലം. വെനോം, പോയ്സൺ, വിഷം. ഫാങ്സ്, ടീത്ത് ഓഫ് ക്രീച്ചർ, ജന്തുക്കളുടെ പല്ല്. സാക്സ്, സ്കിൻ ഓഫ് സ്നേക്സ്, പാമ്പിന്റെ പുറംചട്ട. ഡിഫിയൻസ്, ചലഞ്ച്, വെല്ലുവിളി. മെസ്മറൈസ്, സ്മോൾ ഫൈറ്റ്, വഴക്ക്. അൺവിങ്കിങ്, നോട്ട് ക്ലോസിംഗ്, കണ്ണ് ചിമ്മാത്ത. ഹുഡ്, ടോപ്പ് ഹെഡ് കവർ, പാമ്പിന്റെ പത്തി. ഹേൾഡ്, ത്രോ ബൈ ഫോഴ്സ്, തൂക്കി എറിയുക. ഡൈവ്ഡ്, ഹെഡ് ഡൗൺ ജമ്പ്,
തലകുത്തി ചാടുക, അന്തരീക്ഷത്തിലേക്ക് ഉള്ള ചാട്ടം, തലകുത്തി ചാടുക. ഷ്രീക്കിംഗ്, ഹൈ പിച്ച്ഡ് ക്രൈ, അലർച്ച. റിത്ത്ഡ്, ട്വിസ്റ്റഡ്, ചുരുട്ടി. ഗ്രിപ്പിംഗ്, ഫേംലി ഹോൾഡ്, ഒരു പിടുത്തം. കോഷ്യസ്ലി, കെയർഫുള്ളി, സൂക്ഷ്മതയോടെ. സ്ക്രാപ്സ്, പീസ് അല്ലെങ്കിൽ കഷണം. ഇത് നിങ്ങൾ പാസേജ് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു അഡ്വഞ്ചർ കൂടിയുണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഡയറി, ലെറ്റർ, കോൺവെർസേഷൻ, പത്രവാർത്ത തുടങ്ങിയ അഭിനന്ദന കത്ത് ഒക്കെ നമുക്ക് പഠിക്കണം.